പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു അക്കൗണ്ടൻസി ചാപ്റ്റർ നമ്പർ 1 അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റുകൾ അഥവാ അക്കൗണ്ടുകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. വളരെ സിമ്പിളായിട്ടുള്ള 1-2 എക്സാമ്പിൾസ് കൂടി നമ്മൾ അതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ട്രീറ്റ്മെൻറ്റ് ഓഫ് സം പെക്യുലിയർ ഐറ്റംസ് ഓർ സ്പെഷ്യൽ ഐറ്റംസ്. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള ചില ഐറ്റം ഓഫ് ഇൻകം അല്ലെങ്കിൽ ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ, ഇവ എങ്ങനെയാണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡീൽ ചെയ്യുന്നത് അഥവാ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലം ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ സ്പെഷ്യൽ ഐറ്റം ഓഫ് ഇൻകംസ് ഓർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്പർ 1 സബ്സ്ക്രിപ്ഷൻ, 2 ഡൊണേഷൻസ്, 3 ലീഗസീസ്, 4th ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, 5th എൻട്രൻസ് ഫീസ്, then 6th sale of old asset, sale of periodicals, sale of sports materials, payment of honorarium, endowment fund, government grant and special funds. ഇത് ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയി നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ്. സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. It will be appearing in the debit side of receipts and payments account, and out of it the subscription belonging to the current year will be posted to the credit side of income and expenditure account. സബ്സ്ക്രിപ്ഷൻ അഥവാ വരിസംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രധാന വരുമാന മാർഗമാണ്. ഇത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണും. ഒരു റെസിപ്റ്റായിട്ട് അല്ലെ, ക്യാഷ് റെസിപ്റ്റാണ് ക്ലബിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഒരു ക്യാഷ് റെസിപ്റ്റാണ്. ആ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കാണുന്ന എമൗണ്ടിൽ നിന്ന് ഏതാണോ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ വരിസംഖ്യ അഥവാ സബ്സ്ക്രിപ്ഷൻ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ അഥവാ ഇൻകം സൈഡിൽ രേഖപ്പെടുത്തുന്നു. ഇതാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള കാൽക്കുലേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സബ്സ്ക്രിപ്ഷൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണുന്ന ഐറ്റമാണ്. ആ എമൗണ്ടിൽ നിന്നും കറണ്ട് ഇയറിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഇൻകം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ അടുത്താണ് ഡൊണേഷൻ. നമ്മളിവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും തന്നിട്ടുണ്ട്. അതിൽ ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ഒരു ഇൻകം, ഒരു ക്യാഷ് റെസിപ്റ്റ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡൊണേഷൻ ക്യാൻ ബി ഓഫ് 2 ടൈപ്സ്. ഡൊണേഷൻ 2 തരത്തിലുണ്ട്. ഒന്ന് ജനറൽ ഡൊണേഷൻ, ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഡൊണേഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റുള്ള യാതൊരു വിവരങ്ങളും അതിലില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ റവന്യൂ റെസിപ്റ്റ്, റവന്യൂ ഇൻകം ആൻഡ് ഈസ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നു അഥവാ ഇൻകം സൈഡിൽ രേഖപ്പെടുത്തുന്നു. ദെൻ രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ഡൊണേഷനാണ് സ്പെസിഫിക് ഡൊണേഷൻ. ഇറ്റ് ഈസ് ക്യാപിറ്റലൈസ്ഡ് ആൻഡ് ഷോൺ ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. സ്പെസിഫിക് ഡൊണേഷൻ ഉണ്ടാവാം. സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറഞ്ഞ എക്സാമ്പിൾ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, ഡൊണേഷൻ ഫോർ പവലിയൻ, ഡൊണേഷൻ ഫോർ ലൈബ്രറി എറ്റ്സെട്ര. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയുള്ള ഡൊണേഷൻ കിട്ടിയതായിട്ട് നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ക്യാപിറ്റലൈസ്ഡ്. അത് ക്യാപിറ്റൽ നാച്ചുറലുള്ള ഐറ്റമായി ട്രീറ്റ് ചെയ്യണം. അത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനുള്ള ഡൊണേഷൻ അഥവാ ഒരു ക്ലബിന് ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഡൊണേഷൻ കളക്ട് ചെയ്യുന്നുണ്ട്, പൊതുജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്ന് സംഭാവന കളക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ റെസിപ്റ്റ് സൈഡിൽ കാണും. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ റവന്യൂ നാച്ചുറലുള്ള ഇൻകമായിട്ട് ആ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് രേഖപ്പെടുത്താൻ പാടില്ല. അത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ജനറൽ ഡൊണേഷൻ
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. സ്പെസിഫിക് ഡൊണേഷൻ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ദെൻ അടുത്ത ഒരു ഐറ്റമാണ് ലീഗസീസ്. ലീഗസീസ് 1 വേർഡൊക്കെ എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ലീഗസീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ആസ് പെർ ദ വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദ റിസീപ്റ്റ് സൈഡ് ഓഫ് receipts and payments account and directly added to capital fund or general fund in the balance sheet. ലീഗസി എന്ന് പറഞ്ഞാൽ വിൽപ്പത്ര പ്രകാരം മരണപ്പെട്ടു പോയ ഒരാൾ അയാളുടെ എന്തെങ്കിലും അസറ്റ്സ് അല്ലെങ്കിൽ കുറേ എമൗണ്ട് ഏതെങ്കിലും ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ എല്ലാ ക്യാഷ് റെസിപ്റ്റുകളും റെസിപ്റ്റ് കോളത്തിൽ രേഖപ്പെടുത്തും. അവിടെ ക്യാപിറ്റൽ നാച്ചറോ റവന്യൂ നാച്ചറോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ റെസിപ്റ്റ് സൈഡിൽ കാണുന്ന ഈ ലീഗസീസ് എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നോർമലി കാണിക്കാറില്ല. ഇറ്റ് ഈസ് ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട് അഥവാ ക്യാപിറ്റൽ ഫണ്ടിനോട് അല്ലെങ്കിൽ ജനറൽ ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യും ബാലൻസ് ഷീറ്റിൽ. അതും അല്ലെങ്കിൽ ലീഗസീസ് എന്ന് പറഞ്ഞ് ക്യാപിറ്റലൈസ്ഡ് ഐറ്റമായിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ലീഗസീസ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ കുറേ സ്വത്ത് ഒരു പള്ളിക്ക് കൊടുത്തു, അല്ലെങ്കിൽ ക്ഷേത്രത്തിന് സംഭാവന ചെയ്തു, അല്ലെങ്കിൽ ക്ലബിന് ലൈബ്രറി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു. നോർമലി അതൊരു വലിയ എമൗണ്ട് ആയിരിക്കും. അത് ക്യാപിറ്റലൈസ്ഡ് ഐറ്റമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ഇനി വേറൊരു എക്സെപ്ഷണൽ കേസ് പറയാം. ഒരാൾ മരണപ്പെട്ടപ്പോൾ അയാളുടെ സ്വത്ത് മുഴുവൻ ഒരു ക്ലബിന് കൊടുത്തു. അയാളുടെ സ്വത്താകെ അയാളുടെ പോക്കറ്റിലിരുന്ന 500 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട വളരെ നോമിനൽ എമൗണ്ട് ആയതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ജസ്റ്റ് ഒരു ഇൻകമായിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, ദെൻ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. എന്താ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്? സം മെമ്പേഴ്സ് പ്രിഫർ ടു പേ എ ലംസം എമൗണ്ട് ആസ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് പീരിയഡിക് സബ്സ്ക്രിപ്ഷൻ. Such amount is treated as capital receipt and credited directly to the capital or general fund. ഒരു ക്ലബിനെ സംബന്ധിച്ച് എല്ലാ വർഷവും എല്ലാ മെമ്പർമാരും ഒരു നിശ്ചിത എമൗണ്ട് പെർ മന്തായിട്ടോ പെർ ഇയർ ആയിട്ടോ വരിസംഖ്യ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതൊരു റെക്കറിങ് നാച്ചറിലുള്ള ഇൻകമാണ്, റവന്യൂ നാച്ചറിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകമായിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അതേസമയം ഒരു മെമ്പർ അയാൾ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം, ഒരിക്കലും വരിസംഖ്യ എങ്ങനെ സ്ഥിരമായിട്ട് അടച്ചുകൊണ്ടിരിക്കില്ല, ഞാനൊരു 1,00,000 രൂപ ക്ലബിന് ലൈഫ് മെമ്പർഷിപ്പായിട്ട് തരാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ക്ലബിന് ഒരു തീരുമാനമുണ്ട്, 1,00,000 രൂപ ഒന്നിച്ച് അടക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ലൈഫ് മെമ്പർഷിപ്പാണ്, പിന്നീട് ഒരിക്കലും അയാൾ വരിസംഖ്യ അടയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടാവാം. അങ്ങനെ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത്. ഇതിനെ ക്യാപിറ്റലൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ഫണ്ടിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞ് എഴുതുക, അല്ലെങ്കിൽ ജനറൽ ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞാൽ ക്ലബിന് അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഏതെങ്കിലും മെമ്പേഴ്സ് വരിസംഖ്യ സ്ഥിരമായി അടക്കുന്നതിന് പകരം വലിയ എമൗണ്ട് ഒന്നിച്ച് കൊടുത്തു ജീവിതകാലമുള്ള ആ വരിസംഖ്യയ്ക്ക് പകരമായിട്ട്. ഇങ്ങനെ കിട്ടുന്ന എമൗണ്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ക്യാപിറ്റലൈസ് ചെയ്യണം, ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്. ഓക്കെ, ദെൻ എൻട്രൻസ് ഫീസ്. എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ ന്യൂ മെമ്പേഴ്സ് അപ്പാർട്ട് ഫ്രം ദ ആനുവൽ സബ്സ്ക്രിപ്ഷൻ. പുതിയ മെമ്പേഴ്സിനെ ക്ലബിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലേക്കോ ചേർക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് സ്വീകരിക്കുക. പുതിയൊരു മെമ്പറെ ക്ലബിലേക്ക് ആഡ് ചെയ്യാണ്. നമ്മളൊരു ബാഡ്മിൻ്റൺ ക്ലബ്ബാണ്, അതിലേക്കൊരു പുതിയ മെമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു നിശ്ചിത എമൗണ്ട് വെച്ചിട്ടുണ്ട്, 1000 രൂപ തരണം ഫോർ എക്സാമ്പിൾ. അയാൾ സബ്സ്ക്രിപ്ഷൻ വേറെ സ്ഥിരമായി അടച്ചുകൊണ്ടിരിക്കണം. പുതുതായി അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വാങ്ങിക്കുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ എൻട്രൻസ് ഫീസ് എന്ന് പറയുക. സം ആർഗ്യൂസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ് ആൻഡ് ഈസ് കളക്റ്റഡ് വൺസ് ഫോർ ഓൾ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഓഫ് recurring nature. However, some others argues that it is paid by every member once in a year, so it should be treated as revenue nature and credited to income and expenditure account. എൻട്രൻസ് ഫീൻ്റെ കേസിൽ 2 അഭിപ്രായമുണ്ട്. അതായത് അക്കൗണ്ടിങ് വേൾഡിൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. ഇത് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഒരു മെമ്പറുടെ കയ്യിൽ നിന്ന് ഒരു തവണയെ
വാങ്ങിക്കാറുള്ളൂ. അതുകൊണ്ട് ഇതിനെ ക്യാപിറ്റലൈസ് ചെയ്യണം എന്നാണ് ഒരു ടീം പറയുന്നത്. അതേസമയം മറ്റൊരു വിഭാഗം പറയുന്നത് എൻട്രൻസ് ഫീസ് ചില ക്ലബ്ബുകളൊക്കെ എല്ലാ വർഷവും ഓരോ മെമ്പറിൽ നിന്നും വാങ്ങുന്ന ഐറ്റമാണ്. അതുകൊണ്ട് അത് റിക്കറിങ് നാച്ചറാണ്, അഥവാ റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഇൻകമാണ്. അതുകൊണ്ട് അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻട്രൻസ് ഫീൻ്റെ കേസിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഒരു വിഭാഗം പറയുന്നത് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം, ഒരു വിഭാഗം പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിനേഷനിൽ ഒരു ക്വസ്റ്റ്യനിൽ എൻട്രൻസ് ഫീസ് ഉണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റവന്യൂ റിസീപ്റ്റ് ആൻഡ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എൻട്രൻസ് ഫീയെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. മിക്കവാറും എൻട്രൻസ് ഫീയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മുമ്പൊരു എക്സാമ്പിളിൽ ചെയ്തിരുന്നു, 50% എൻട്രൻസ് ഫീ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞു ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെങ്കിൽ കിട്ടിയ എൻട്രൻസ് ഫീയുടെ പകുതി ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു, ബാക്കി പകുതി ഇൻകമായിട്ട് കാണിക്കുന്നു. അപ്പോൾ നമുക്കത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്യുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാക്കാം. ദെൻ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്. സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലബ്ബിലോ മറ്റേതെങ്കിലും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലോ ഉപയോഗിച്ച് പഴകിയ ഏതെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ക്ലബ്ബാണെങ്കിൽ അവിടെ പഴയ കുറേ ഫർണിച്ചർ ഉണ്ട്, പഴയ ജിം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ വിൽപ്പന നടത്താം, അതൊക്കെ അസറ്റാണ്. അങ്ങനെ വിൽക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. ക്യാഷ് റെസിപ്റ്റായി കാണിക്കും. അതേസമയം ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ആസ് സച്ച് ഷുഡ് ബി നോട്ട് ട്രാൻസ്ഫേർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കാണുന്ന ആ റെസിപ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്, അത് ക്യാപിറ്റൽ നാച്ചറിലുള്ള റെസിപ്റ്റാണ്. അസറ്റ് വിറ്റപ്പോൾ കിട്ടിയ ക്യാഷ് ആണല്ലോ. അതെന്താ ചെയ്യേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല. ബാലൻസ് ഷീറ്റിൽ ആ അസറ്റിൽ നിന്നും കുറച്ച് കാണിക്കുകയാണ് വേണ്ടത്. ഹൗവർ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ആൻ അസറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഈ അസറ്റ് വിൽപ്പനയിൽ എന്തെങ്കിലും പ്രോഫിറ്റോ ലോസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് കാണിക്കണം. ഫോർ എക്സാമ്പിൾ 5000 രൂപ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വാല്യൂ ഉള്ള കുറച്ച് പഴയ ഫർണിച്ചർ ക്ലബ്ബ് വിറ്റു. ആ സമയത്ത് 6000 രൂപക്ക് വിൽക്കാൻ പറ്റി. അഥവാ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ 5000 രൂപയാണ് വാല്യൂ ഉള്ളത്, അത് 6000 രൂപക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ 1000 രൂപ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. ആ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? 1000 രൂപ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യണം. ആ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ആ അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ. ദെൻ സെയിൽ ഓഫ് പീരിയഡിക്കൽസ്. പീരിയഡിക്കൽസ് എന്ന് പറഞ്ഞാൽ ആനുകാലികങ്ങളൊക്കെയാണ്. ഇറ്റ് ഈസ് ആൻ ഐറ്റം ഓഫ് റിക്കറിംഗ് നാച്ചർ ആൻഡ് ഷോൺ ആസ് ദ ഇൻകം സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സെയിൽ ഓഫ് പീരിയഡിക്കൽസ് എന്ന് പറഞ്ഞൊരു ഐറ്റം നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ ഇത് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇത് റിക്കറിംഗ് നാച്ചറാണ്, ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഇൻകമാണ്. അതുകൊണ്ട് ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യണം. ദെൻ 8ാമത്തെ ഒരു ഐറ്റമാണ് സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ്. സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ്, യൂസ്ഡ് മെറ്റീരിയൽസ് ലൈക്ക് ഓൾഡ് ബോൾസ്, ബാറ്റ്സ്, നെറ്റ്സ് എറ്റ്സെട്ര ഈസ് ദ റെഗുലർ ഫീച്ചർ വിത്ത് എനി സ്പോർട്സ് ക്ലബ്. ഇറ്റ് ഈസ് യൂഷ്വലി ഷോൺ ആസ് ഇൻകം ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പഴയ സ്പോർട്സ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവാം. ഒരു ക്ലബിനെ സംബന്ധിച്ച് ആ ക്ലബിൽ പഴയ കുറേ ബോള്, ബാറ്റ്, നെറ്റ്, ക്രിക്കറ്റ് കിറ്റ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ടാവാം പഴയത്. അതെന്ത് ചെയ്യാം? ആർക്കെങ്കിലും കുറഞ്ഞ വിലക്ക് വിൽക്കാനും സാധ്യതയുണ്ട്. ഇതൊരു ഇൻകമാണ്. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദെൻ പേയ്മെൻറ്റ് ഓഫ് ഹോണറേറിയം. ഹോണറേറിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ടു ദ പേഴ്സൺ ഹു ഈസ് നോട്ട് ദ റെഗുലർ എംപ്ലോയി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ഒരു റെഗുലർ എംപ്ലോയി അല്ലാത്തൊരാൾക്ക് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് ഹോണറേറിയം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പേയ്മെൻറ്റ് ടു ആൻ ആർട്ടിസ്റ്റ് ഫോർ ഗിവിംഗ് പെർഫോമൻസ് അറ്റ് ദ ക്ലബ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹോണറേറിയം. നമ്മൾ ക്ലബിൻ്റെ വാർഷികം സംഘടിപ്പിച്ചപ്പോൾ അവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു കലാകാരനെ കൊണ്ടുവന്നു, വിനോദ് കോവൂരിനെ കൊണ്ടുവന്നു, ഒരു കോമഡി പ്രോഗ്രാം സംഘടിപ്പിച്ച്. അപ്പോൾ വിനോദ് കോവൂരിന് കൊടുക്കുന്ന ആ എമൗണ്ട്, അതിന് നമ്മൾ ഹോണറേറിയം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് ടു ദ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ഈസ് ഷോൺ ഓൺ ദ എക്സ്പെൻഡിച്ചർ സൈഡ് ഓഫ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ആ എമൗണ്ട്
ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ എക്സ്പെൻസ് ആയിട്ടാണ് ഹോണറേറിയത്തിനെ ട്രീറ്റ് ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ. ദെൻ എൻഡോമെൻറ്റ് ഫണ്ട്. എൻഡോമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫണ്ട് അറൈസിങ് ഫ്രം ഗിഫ്റ്റ് ദ ഇൻകം ഓഫ് വിച്ച് ഈസ് ഡിവോട്ടഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഹെൻസ് ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റിസീപ്റ്റ് ആൻഡ് ഈസ് ഷോൺ ഓൺ ദ liability side of the balance sheet as an item of specific purpose fund. എൻഡോമെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ക്ലബിന് ഒരു ഫണ്ട് ഉണ്ട്, ഒരു പ്രത്യേക ഫണ്ടായിട്ട് എന്തെങ്കിലും സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള ഒരു ഫണ്ട്. എല്ലാ വർഷവും 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് ഒരു സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള ഫണ്ട്, നമുക്കതിന് എൻഡോമെൻറ്റ് ഫണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് ക്ലബിൽ ഉണ്ടെങ്കിൽ ആ ഫണ്ട് ക്യാപിറ്റലൈസ്ഡ് ഐറ്റം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് അത് കാണിക്കുന്നത്. ദെൻ ഗവൺമെൻറ് ഗ്രാൻറ്റ്. ഏതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഗവൺമെൻറ്റിൽ നിന്ന് പലതരത്തിലുള്ള ഗ്രാൻറ്റുകൾ കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ സ്കൂൾ, കോളേജസ്, പബ്ലിക് ഹോസ്പിറ്റൽസ് എറ്റ്സെട്ര ഡിപ്പെൻഡ്സ് അപ്പോൺ ഗവൺമെൻറ് ഗ്രാൻറ്റ് ഫോർ ദെയർ ആക്ടിവിറ്റീസ്. ദ റിക്കറിംഗ് ഗ്രാൻറ്റ്സ് ഇൻ ദ ഫോം ഓഫ് മെയിൻ്റനൻസ് ഗ്രാൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ റവന്യൂ റെസിപ്റ്റ്. സ്കൂളുകൾക്ക്, കോളേജുകൾക്ക്, അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്ക് എല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഗ്രാൻറ്റ് കിട്ടുന്നുണ്ട്. ഇത് റിക്കറിംഗ് ഗ്രാൻറ്റ്സ് ആണ്, അഥവാ എല്ലാ വർഷവും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനെ നമ്മൾ റവന്യൂ നാച്ചറിലുള്ള ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഒരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. സ്പെസിഫിക് ഗ്രാൻഡ് സച്ച് ആസ് ഗ്രാൻഡ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ലൈബ്രറി എറ്റ്സെട്ര ആർ ക്യാപിറ്റലൈസ്ഡ്. ഗവൺമെൻറ്റിൽ നിന്ന് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഗ്രാൻഡ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ക്യാപിറ്റലൈസ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ഓക്കെ. ദെൻ അടുത്ത ഐറ്റമാണ് സ്പെഷ്യൽ ഫണ്ട്സ്. എല്ലാ ക്ലബ്ബുകളും അല്ലെങ്കിൽ എല്ലാ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും സ്ഥിരമായിട്ട് ചില ഫണ്ടുകൾ, പ്രത്യേക ഫണ്ടുകൾ സൂക്ഷിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രൈസ് ഫണ്ട്, മാച്ച് ഫണ്ട്, സ്പോർട്സ് ഫണ്ട് എറ്റ്സെട്ര. ഒരു ക്ലബിൻ്റെ എക്സാമ്പിൾ എടുക്കുക. ആ ക്ലബിൽ ഒരു പ്രത്യേക ഫണ്ട് ഉണ്ട്. ഫണ്ട് മീൻസ് കുറച്ച് എമൗണ്ട് മാറ്റി വെച്ചത്. പ്രൈസ് ഫണ്ടാണ്. എല്ലാ വർഷവും ഒരു നറുക്കെടുപ്പ് നടത്തും, അതിൽ നിന്നൊരു സമ്മാനം കൊടുക്കും. അങ്ങനെ ഒരു ഫണ്ടുണ്ട്. അപ്പോൾ ആ ഫണ്ടിലേക്ക് എല്ലാ വർഷവും കുറച്ച് എമൗണ്ട് കിട്ടും, അതിൽ നിന്ന് കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവും. അതുപോലെ മാച്ച് ഫണ്ട്, ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്താനുള്ളൊരു ഫണ്ടുണ്ട്. അപ്പോൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുമ്പോൾ അതിലേക്ക് ടിക്കറ്റ് കളക്ഷൻ ഉണ്ടാവും, ആ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്താനുള്ള എക്സ്പെൻസ് ഉണ്ടാവും. അതുപോലെ സ്പോർട്സ് ഫണ്ട്, കോച്ചിങ്, ഫുട്ബോൾ കോച്ചിങ് കൊടുക്കാനുള്ള ഫണ്ടാണ്. അതിൽ കുറച്ച് എമൗണ്ട് ഉണ്ടാവും, അതിലേക്ക് എല്ലാ വർഷവും കുറച്ച് ഫീസ് കിട്ടും, അവരുടെ റെമ്യൂണറേഷൻ കൊടുക്കും. അതുപോലെ ഫുട്ബോള്, മറ്റു നെറ്റ് കാര്യങ്ങൾ വാങ്ങാനുള്ള ചിലവുകൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ഫണ്ട് എന്താണ് ചെയ്യുന്നത്? ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് എഴുതേണ്ടത്. അവിടെ നമ്മൾ ചെയ്യുന്നത് സച്ച് ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റീസ് ആൻഡ് ദ ഇൻകം ഏൺഡ് ഓൺ സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ആഡഡ് ടു ദ റെസ്പെക്റ്റീവ് ഫണ്ട്, നോട്ട് ക്രെഡിറ്റഡ് ടു ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അങ്ങനെയുള്ള ഫണ്ടുകൾ ചിലപ്പോൾ വല്ല ഷെയറിലോ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റോ ഒക്കെ ആയിട്ട് നിക്ഷേപിച്ചതും ആവാം. എന്തായാലും ആ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻകവും അതിലേക്ക് ആഡ് ചെയ്യുന്നു. ആ ഫണ്ടിൽ നിന്നുള്ള എല്ലാ എക്സ്പെൻസുകളും അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. എന്നിട്ട് ബാക്കി നിൽക്കുന്ന എമൗണ്ടാണ് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്. സിമിലർലി ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ സച്ച് സ്പെസിഫിക് പർപ്പസ് ആർ ആൾസോ ഡിഡക്റ്റഡ് ഫ്രം ദ സ്പെഷ്യൽ ഫണ്ട്. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ലാബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഇൻകം ആഡ് ചെയ്യുന്നതും എക്സ്പെൻസ് ലെസ് ചെയ്യുന്നതും കാണിക്കുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ്. ഇതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ട്രീറ്റ്മെൻറ്റ് ഓഫ് പെക്യുലിയർ ഐറ്റംസ്. ഓരോ ഐറ്റം ഓഫ് ഇൻകംസ് ഓർ എക്സ്പെൻസസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണോ ബാലൻസ് ഷീറ്റിലാണോ ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണത് ചെയ്യുന്നത് എന്നതിൻ്റെ തിയറി ഭാഗമാണ് മനസ്സിലാക്കിയത്. ഇത്രയും ഐറ്റംസിൽ നിന്ന് ചില ഭാഗങ്ങളിൽ നമുക്ക് പ്രോബ്ലംസ് വരാറുണ്ട് എക്സാമിനേഷനിൽ. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ പ്രോബ്ലം സൈഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളുടെ നോട്ട്സ് എല്ലാവരും എഴുതിയെടുക്കുക, നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.